മോളെയൊക്കെ നീ പറഞ്ഞു. മോളേന്നൊരു വിളിയും അത് എവിടുന്ന് വന്നു? ശരിക്കുള്ള മിനിച്ച് അങ്ങനല്ല കേട്ടോ, അറിയാണ്ട് ഉള്ളിന്ന് വന്നു പോയതാ. പൈസ ഉള്ളവർക്ക് എന്തും ആവാം, പണത്തിന് മേല് എന്താ നമുക്ക് പരുന്തും പറക്കില്ല. എന്തും ആകാം. പൈസ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ മോശം കാണിച്ചാലും അതിനെയൊക്കെ വെളുപ്പിക്കാൻ പുറത്ത് ആൾക്കാരുണ്ട്. പൈസ ഇല്ലാത്തവരുടെ അവസ്ഥ ഇതായിരിക്കും. എനിക്കറിയാം അനുവിന്റെ അടുത്ത് ഒരു അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വിനു ഇളകും, വിനുവിന് കഷ്ടപ്പാടായിരിക്കും. PR നല്ലപോലെ ശക്തമായിട്ട് പ്രവർത്തിക്കും എന്ന് എനിക്കറിയായിരുന്നു. അനുവിന്റെ PR മസ്താനിയുടെ PR എല്ലാരും കൂടെ ചേർന്ന് എന്നെ ഒരു വഴിക്കാക്കി വെച്ചിരിക്കുക. ആ ഇന്റർവ്യൂവിൽ മസ്താനി പറഞ്ഞത്, ബിൻസി ദാരിദ്ര്യം വിറ്റ് ജീവിക്കാനായിട്ടല്ലേ ബിഗ് ബോസിൽ പോയത്, ബിൻസിയുടെ ചാച്ചൻ ഓട്ടോ ഓടിക്കുകയല്ലേ, സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനിരുന്ന എൻ്റെ അടുത്താണ് മസ്താനി വന്നിട്ട് ചോദിക്കുന്നത്. ആള് സ്വിച്ച് ഇട്ട പോലെ ക്യാരക്ടർ അങ്ങ് മാറി, എന്നെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ കുറെ സംസാരിച്ചു. അപ്പോഴാണ് എനിക്ക് പൊട്ടിത്തെറിയുണ്ട്. ഞാൻ പറഞ്ഞ മസ്താനി, ഞാൻ ഇവിടെ അന്തസ്സായിട്ട് ഇറങ്ങി പോയത്. അത് കഴിഞ്ഞ് മസ്താനി പറഞ്ഞൊരു ഡയലോഗ്, അത് എന്തൊക്കെ വന്നാലും ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയത്, ഒരു ആക്ഷനോട് കൂടിയാണ് മസ്താനി പറയുന്നത്. ഞാൻ ഒരു കാര്യം ഇല്ലാണ്ട് ഫാദറിനെയും തൊഴിലിനെയും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ചുമ്മാ എന്നെ അച്ഛനെ പറഞ്ഞു. അതെ, നല്ല അടി. ഞാൻ അത്രയും ചെയ്തോളൂ. പ്യുവറായിട്ടും അപ്പനെ പറഞ്ഞ ഏത് മക്കൾക്കും പൊള്ളും. ഇത് സ്ലോ മോഷൻ ഒരു സാധനമൊക്കെ പിടിച്ച് സാഡ് BGM ഒക്കെ ഇട്ട് റീൽ എഡിറ്റ് ചെയ്യാൻ മസ്താനിക്ക് അവിടെ ഒരു നല്ലൊരു PR ടീം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓൺലൈൻ മീഡിയാസിലെ ചേട്ടന്മാർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞു, ബിൻസി മസ്താനിക്ക് നല്ല PR ഉണ്ടായിരുന്നു, എന്തെങ്കിലും കൊടുത്തിട്ട് പോവായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചല്ലോ അകത്തേക്ക് ചെന്നത്. അത് കാരണം എനിക്ക് അങ്ങനത്തെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ പേജ് ഹാൻഡിൽ ചെയ്തത് എൻ്റെ അനിയത്തിയാണ്. അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോ തന്നെ ഈ വിനു എന്ന് പറയുന്ന PR ഇട്ട സ്റ്റോറിയാണ്, കപ്പ് ഞങ്ങൾ തൂക്കും. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, the smartphone expert. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് RJ ബിൻസി. വെൽക്കം. താങ്ക് യു. ഈ റീഎൻട്രി എനിക്ക് തോന്നുന്നു ആദ്യം ബിൻസി ഔട്ടായ സമയത്ത് എല്ലാവരും പറഞ്ഞു അൺഡിസേർവിങ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു, ഇപ്പോഴേ എവിക്റ്റ് ആവേണ്ട ആളല്ലായിരുന്നു എന്നൊക്കെ കുറേ കമൻസ് ഉണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം റീഎൻട്രിക്ക് ശേഷം പിന്നെ വരുന്ന കമൻസാ, കറക്റ്റ് ആളെ തന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നേരത്തെ പോകേണ്ടവളായിരുന്നു, 2 ആഴ്ച പോലും നിൽക്കണ്ടായിരുന്നു അല്ലേ? എനിക്ക് പക്ഷെ മനസ്സിലായത് ബിൻസി വരുന്നത് വെച്ച് കാണാം, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് രണ്ടും കൽപ്പിച്ച് വന്ന പോലെ ആയിരുന്നു. അങ്ങനെയായിരുന്നോ? സത്യം പറഞ്ഞാൽ റീഎൻട്രി എന്ന് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോയി ഹാപ്പി ആയിട്ട് വീണ്ടും നമ്മൾ ആ വീടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ആൾക്കാർക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് വരണം എന്നാണ്. അപ്പൊ ഞാനും മൈൻഡിൽ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ എയർപോർട്ടിൽ വെച്ച് കുറെ ആളുകൾ ചോദിക്കുമ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പറഞ്ഞു ഞങ്ങൾ വീട് കത്തിക്കും, ഫയർ ആയിരിക്കും. അപ്പൊ പോലെ ഞാൻ പറഞ്ഞത് വരുന്നിടത്ത് വെച്ച് കാണാം, ആ ഒരു സാധനമായിരുന്നു. നമുക്ക് നോക്കാം, എന്താകും അറിയില്ല എന്നോ തന്നെയായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾക്ക് എനിക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വരുത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മളെ കുറിച്ച് മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ സ്പ്രെഡ് ചെയ്യുമ്പം അത് പുറത്ത് നമുക്കുണ്ടാക്കുന്ന വേദനകള്, വിഷമങ്ങളൊക്കെ ഭയങ്കര വലുതാണ്. ഈ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു PR അറ്റാക്ക് എന്ന് വേണം പറയാൻ, അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്കേ മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ നമ്മളെയൊക്കെ ലൈഫിൽ എന്താ പറയാ, ഞാൻ ഭയങ്കര സാധാരണക്കാരിയായിട്ട് ജീവിച്ചു വരുന്ന ഒരാളാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം പെട്ടെന്ന് വന്നിട്ട് ഞാൻ ഭയങ്കര ഫ്രണ്ടായിട്ട്, ഭയങ്കര ക്ലോസ് ആയിട്ട്, നല്ല ഒരു ബ്രദർ കൈൻഡ് ഓഫ് ഒരു റിലേഷൻഷിപ്പാണ് അപ്പാനിയുമായിട്ട്. അപ്പൊ അപ്പാനിനെ കുറിച്ച് പറയുന്നു, എന്നെ ചേർത്ത് പറയുന്നു. ആ പറഞ്ഞതിന്റെ പേരിൽ പുറത്ത് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടും വേദനയൊക്കെ ഭയങ്കര വലുതാണ്. അപ്പൊ എനിക്ക് അതൊന്ന് മാറ്റി പറയണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ആ ഹൗസിലുണ്ടെങ്കിൽ ഒരിക്കലും അനുവും ഷാനവാസും അങ്ങനെ പറയില്ലായിരുന്നു, അതെനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ തിരിച്ചു കയറിയപ്പോ എനിക്ക് അതിനൊരു ക്ലാരിറ്റി വരുത്തണമായിരുന്നു. അത് അനുമോള് പറഞ്ഞു, അനുമോൾ അത് തിരുത്തി പറഞ്ഞു. ഞാൻ ചോദ്യം ചോദിച്ച സമയത്ത് അനുമോൾ സൈലന്റ് ആയി, അനുമോൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. സോ അതിൽ ഞാൻ ഭയങ്കര, ഷാനവാസ് അതുപോലെ തന്നെ, ഷാനവാസിന്റെ വിരൽ ചൂണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസിന് ഒന്നും പറയാനില്ല. അപ്പൊ ദാറ്റ് മീൻസ് ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. ഷാനവാസ് അതിന് ശേഷവും നമ്മുടെ ആഫ്റ്റർ ഒരു പാർട്ടി ഉണ്ടേ, അപ്പൊ ആ സമയത്ത് ഷാനവാസിക്ക് എന്നെയോ അപ്പാനിനെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ പിള്ളേരാണെന്നാ പറഞ്ഞത്. അന്ന് ഞാൻ കണ്ടന്റിന് വേണ്ടി അങ്ങനെ പറഞ്ഞതാണെന്ന് ഷാനവാസിക്ക് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇവര് രണ്ടുപേരും ആ കുറ്റം സമ്മതിക്കുമ്പോ അനുമോള് സമ്മതിച്ചായിരുന്നു. അനുമോൾ അന്നും സൈലന്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചാൽ അനുമോൾക്ക് 100 ന്യായങ്ങൾ കാണും പറയാൻ. പക്ഷെ അന്ന് അനുമോള് പുറത്തിറങ്ങിയിട്ട് പറയാം. പാർട്ടി സമയത്തോ പിന്നീട് ഈ ഫിനാലെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഹഗ് ചെയ്യുന്ന സമയത്ത് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ എല്ലാം അറിയാലോ, ഞാനല്ല ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചു പറഞ്ഞതല്ല എന്ന് അനുമോള് പറഞ്ഞപ്പം ഐ എം ഹാപ്പി.
ബിക്കോസ് അതിനൊരു ക്ലാരിറ്റി ഉണ്ടായി. അത് കാരണം എനിക്കിപ്പോ ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. വേണ്ടിന്ന് വെച്ചിട്ട് നമ്മൾ വഴക്കുണ്ടാക്കാൻ ചെന്നതല്ല, പക്ഷെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി എനിക്ക് വരുത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ അനുമോള് നിങ്ങൾ ബിഗ് ബോസിൽ കയറിയ സമയത്ത് അനുമോൾ ആദ്യം വന്ന് മടിയിലൊക്കെ ഇരുന്ന് അല്ലേ കെട്ടിപ്പിടിച്ച് അപ്പൊ ആ സമയത്ത് എന്തായിരുന്നു മനസ്സിൽ? അയ്യോ, ഞാൻ അനുമോളുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അനുമോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആദ്യം തന്നെ ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പുറത്തുനിന്നൊരു കാര്യം അകത്തുള്ള ആരും അറിയുന്നില്ല, അറിയാനായിട്ട് ബിഗ് ബോസ് അനുവദിക്കത്തില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അനു ആദ്യം ചോദിക്കുന്ന, എടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലൈവ് കണ്ടുള്ളവർക്ക് അറിയാം, അനു ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ ഓക്കെ ആണോ, പുറത്ത് ഓക്കെ ആണോ എന്നാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു അനു എങ്ങനെ അറിഞ്ഞു? കാരണം ആദ്യം ഹൗസിലേക്ക് കയറിയാൽ അപ്പാനിയാണ്, പിന്നെ ഷാരിക സരിക കയറി, ഞാനും മുൻഷിയും ശൈത്യം കയറി. അപ്പൊ അനു ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അറിഞ്ഞത് അനുവിനെ എങ്ങനെ, ഞാനിപ്പോൾ മനസ്സിലാലോചിച്ചു അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അത് കഴിഞ്ഞിട്ടും ഞാൻ ശൈത്യടുത്ത് പറഞ്ഞു, എടി ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. സരിയ ചേച്ചിയുടെ പറഞ്ഞു ഞാൻ ചോദിക്കത്തില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മണിക്കൂർ ഇങ്ങനെ പിന്നിടുമ്പോഴും ഉണ്ടല്ലോ, നമ്മൾ അനുഭവിച്ച വേദന, ഇപ്പൊ എനിക്കുണ്ടായ വിഷമം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കുറേ PR അങ്ങനെ പലതും പറഞ്ഞുണ്ടാക്കിയെന്ന് വെച്ച് അത് കേട്ടിട്ട് എന്താണ് സത്യം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാണ്ടാണ് ആൾക്കാർ കമന്റ് ഇട്ട് അതിന്റെ വാല് പിടിച്ച് ഇങ്ങനെ പോകുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ടും കൺട്രോൾ ചെയ്തിരുന്നു. ഞാൻ അപ്പാനെ അടുത്ത് പറഞ്ഞു, അപ്പാനി ചോദിക്കണോ? അപ്പൊ പറഞ്ഞു വേണ്ടാടാ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് പറ്റിയില്ല നമുക്ക്. അങ്ങനെയാണ് ഞാൻ അനുവിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അനു സൈലന്റ് ആയി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചപ്പാത്തി കള്ളി എന്ന് അനുവിനെ ഹൗസിനുള്ളിൽ വിളിച്ചത് പുറത്ത് ഏത് രീതിയിലായിരിക്കും വരുന്നത്, എന്ത് മോശമായിട്ടായിരിക്കും എന്നെ ചിത്രീകരിക്കുന്നത് എന്ന് പറഞ്ഞ ആളാണ് അനു. അപ്പൊ ഒരു പെൺകുട്ടീനെ ആൺകുട്ടീനെയും കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് അതെ, അപ്പൊ രണ്ടു പേരെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് അയാൾ മാരീഡ് ആണ്, അയാൾക്ക് ഫാമിലി ഉണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് എത്രത്തോളം മോശമായിട്ടായിരിക്കും പുറത്തു വരുന്നത് അനു ചിന്തിച്ചോ? ഇല്ല. അതാണ് അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് എനിക്ക് നല്ല രീതിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതങ്ങ് വരുത്തി. ഈ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഭയങ്കര അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ബിൻസിയുടെ ലൈഫിലാണെങ്കിലും ബിഗ് ബോസ് കഴിഞ്ഞ് എവിക്റ്റ് ആയി വരുമ്പോൾ ഇതൊരു ഫസ്റ്റ് സംഭവമാണ് ഇങ്ങനെ. അപ്പോ ഇതെങ്ങനെയാ ഓവർകം ചെയ്തത്? ആ ഒരു ഡേയ്സ് എങ്ങനെയായിരുന്നു? ഞാൻ ഈ മീഡിയ ഫീൽഡ് ആണെങ്കിലും പബ്ലിക്കിന് മുന്നിൽ എന്റെ കാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് പറയുന്നത് ഈ മഴവിൽ മനോരമയിലെ എന്റെ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ്, ടോപ്പ് ആങ്കർ. അപ്പൊ എന്നെ സംബന്ധിച്ച് PG പഠിച്ചിറങ്ങിയ ഒരു സാധാരണക്കാരിയായിട്ടൊരു കുട്ടി, പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള ഒരു കഴിവും ഇല്ല, പാട്ട് ഡാൻസ് അങ്ങനെ ഒന്നും അറിയത്തില്ല, ആകെ കൂടെ അറിയുന്നത് ഇങ്ങനെ സംസാരിക്കാനാണ്. അപ്പം റിയാലിറ്റി ഷോ ആങ്കേഴ്സിന് വേണ്ടിയുള്ളതാണ്. സെലക്ഷൻ കിട്ടി. സാബു ചേട്ടൻ നൈല ചേച്ചിയൊക്കെയാണ്. അപ്പൊ ഭയങ്കര കയ്യടി, എക്സൈറ്റ്മെന്റ്, കാർത്തിക് സൂര്യയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ വെട്ടി തുറന്ന് പറയാണ് നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ്, വന്ന വഴി കാര്യങ്ങളൊക്കെ. അപ്പൊ അന്ന് ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് എന്നെ ആൾക്കാർ സ്വീകരിച്ചത്. അങ്ങനെയാണ് എനിക്ക് ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് ഒക്കെ കൂടുന്നതും എല്ലാം. അതിനുശേഷം ഞാൻ റേഡിയോയിൽ ചെയ്യുന്ന ഷോ ആണെങ്കിലും പബ്ലിക്കിനോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ്. പെട്ടെന്നാണ് സ്വിച്ച് ഇട്ട പോലെ നമ്മൾ അറിയാത്തൊരു കാര്യത്തിന്റെ പേരിൽ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്. ദൈവം അനുഗ്രഹിച്ച് വീട്ടുകാർ ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാം എടുക്കുന്ന ആൾക്കാരാണ്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സമാധാനം. അപ്പൊ നമ്മൾ എപ്പോൾ ഫോൺ നോക്കിയാലും അപ്പാനി ചാച്ചനായിട്ട് എന്താണ്, ചാച്ചനും ബിൻസിക്കൊച്ചും ഈ ഒരു സാധനമാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ നമ്മളെല്ലാവരും പറയുന്നുണ്ട് വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആളെ എനിക്ക് എൻ്റെ ബ്രദറിനെ പോലെയാണ്, ഇപ്പൊ രേഷ്മ വിളിച്ച് സംസാരിക്കാറുണ്ട്, എല്ലാം പറഞ്ഞു. ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് ആളുകൾക്ക്. പിന്നീട് മനസ്സിലായി ഈ കമന്റ് ഇടുന്ന ഓരോ പ്രൊഫൈലും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം എല്ലാം ഫേക്ക് അക്കൗണ്ട് ആണ്. പിന്നെയാണ് ഈ PR അറ്റാക്ക് ആണ് അതെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ആ സമയത്ത് പിന്നെ നമ്മൾ ഓക്കെ, പൈസ ഉള്ളവർക്ക് എന്തും ആവാം, അതാണ് പണത്തിന് മേല് എന്താ നമുക്ക് പറക്കില്ല, എന്തുവാകാം. പൈസ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ മോശം കാണിച്ചാലും അതിനെയൊക്കെ വെളുപ്പിക്കാൻ പുറത്ത് ആൾക്കാരുണ്ട്. പൈസ ഇല്ലാത്തവരുടെ അവസ്ഥ ഇതായിരിക്കും. എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു സമയത്താണ് ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ആ പ്രതികരണമാണ് നിങ്ങൾ കണ്ടത്. ശരിക്കും ഈ ഗെയിമൊക്കെ അവസാനിച്ചു, പറയാനുള്ളത് എല്ലാ ഹൗസിൽ പോയി പറഞ്ഞു തീർത്തു. ഇനി ദേഷ്യങ്ങളോ എന്തെങ്കിലും വിഷമങ്ങളോ ബാക്കിയുണ്ടോ? അയ്യോ, ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. നമ്മള് ഈ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് അനു വിന്നറാണെന്ന് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് ചാടി എണീറ്റ് കൈയടിച്ച് അനുവിന്റെ അടുത്ത് ചെല്ലുന്നത്. ആഫ്റ്റർ പാർട്ടിക്ക് അനുവിനെ ചെന്ന് കെട്ടിപ്പിടിച്ച് നമ്മൾ കുറെ നേരം സംസാരിച്ചു. ഷാനാസിക്കയുടെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ അത്രയും കമ്പനിയായി എല്ലാവരും ആയിട്ട്. ഒരാളോട് പോലും ഒരു ദേഷ്യവും പിണക്കവും ഇല്ല. ഹാപ്പി ആയിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. അതെ, നമ്മുടെ ശൈത്യക്ക് പിന്നെ ഭയങ്കരമായിട്ടുള്ള വീണ്ടും സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും, കട്ടപ്പ 2.0 എന്നൊക്കെ കമന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നത് മെയിൻലി വന്നത് ആ ഒരു അനു വിൻ ചെയ്തപ്പോഴത്തേക്ക് ആള് ഒരു ഇമോഷനും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്ത് തോന്നുന്നു?
ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണല്ലോ, നമുക്കൊന്നും അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ശൈത്യ അങ്ങനെ ചെയ്തെങ്കിൽ ശൈത്യക്ക് വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം കാണും. അപ്പൊ കാരണങ്ങൾ നമുക്ക് കുറേയേറെ അറിയാം, പക്ഷെ ആൾക്ക് നല്ലൊരു റീസൺ കാണും. അല്ലാണ്ട് ശൈത്യ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക്, ശൈത്യം എന്നല്ല ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമുക്ക് ശൈത്യം വരുമ്പോൾ ചോദിക്കാം. അതെ, ഇപ്പോൾ ബിൻസിക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റീ എൻട്രി ടൈമിൽ ബിൻസി കുറേ പൊട്ടിത്തെറിച്ചത് മസ്താനിയുടെ അടുത്ത്. എനിക്ക് തോന്നുന്നു അനുവിനേക്കാളും കൂടുതൽ പൊട്ടിത്തെറിച്ചത് മസ്താനിയായിട്ടുള്ള ഒരു വിഷയത്തിലായിരുന്നു. ശരിക്കും അത്രയും നിങ്ങളെന്നാ ഒരുമിച്ച് ആ ഹൗസിൽ നിന്നിട്ടും ഇല്ലായിരുന്നു. എന്തായിരുന്നു ശരിക്കും നിങ്ങൾ തമ്മിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള കാരണം? നമ്മൾ കേട്ടിരുന്നു ചാച്ചൻ്റെ ഓട്ടോയിൽ കയറിപ്പോയി, ആ ഒരു സംഭവം കൊണ്ട് മാത്രമായിരുന്നു അത്രയും ഒരു പ്രശ്നം ഉണ്ടായത്. മസ്താനിയായിട്ട് ഞാൻ എവിക്റ്റ് ആയി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ മസ്താനി പറഞ്ഞത്, ബിൻസി ദാരിദ്ര്യം വിറ്റ് ജീവിക്കാനായിട്ടല്ലേ ബിഗ് ബോസിൽ പോയത്, ബിൻസിയുടെ ചാച്ചൻ ഓട്ടോ ഓടിക്കുകയല്ലേ, അപ്പൊ എപ്പോ എവിടെ നോക്കിയാലും ലൈവ് കാണുന്ന സമയത്ത് ഫുള്ളും ബിൻസി ഇരുന്ന് പറയുന്നത് ചാച്ചൻ ഓട്ടോ ആണ്, എന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് വന്നത്, വീട്ടിൽ പൈസ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ബിൻസി ഇതിന്റെ ഉദ്ദേശം എന്ന് ഒരു അരമണിക്കൂറും ബാക്കി ഒരു 3/4 മണിക്കൂർ ഫുൾ അപ്പാനിയുടെ കാര്യങ്ങളാണ് എന്റെ അടുത്ത് ഇന്റർവ്യൂവിൽ ചോദിച്ചത്. ഞാനും ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആളാണ്, ഞാനും ആങ്കർ ആണ്. അപ്പൊ എനിക്കറിയാം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആളോട്ടും കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതെ, അത് മനസ്സിലാകും. അല്ലാതെ വീണ്ടും വീണ്ടും അത് ചോദിച്ച് മുൻപിലിരിക്കുന്ന ആൾ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ഇന്റർവ്യൂ നമ്മൾ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തു, അവിടുന്ന് പോന്നു, വീഡിയോ അപ്ലോഡ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിലാണ് മസ്താനി ബിഗ് ബോസിലേക്ക് പോകുന്നത്. അപ്പൊ എനിക്ക് ആളോട് നേരിട്ട് ചോദിക്കാനോ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിക്റ്റായി വന്നൊരു മാനസികാവസ്ഥ അതൊട്ടും ഓക്കെ ആയിരുന്നില്ല ഞാൻ. അപ്പൊ എനിക്കൊരു വഴക്കിന് പോകാനൊന്നും വയ്യ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ആ ഇന്റർവ്യൂവിന്റെ താഴെ വന്ന കമന്റ്സ് സഹിക്കാൻ പറ്റാത്ത കമന്റ്സ് ആയിരുന്നു എനിക്ക് വന്നത് ഫുള്ളും. ആ ഇന്റർവ്യൂവിന്റെ പേരിൽ ഞാൻ കുറേ നെഗറ്റീവ്, വീണ്ടും ഞാൻ PR അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് നേരിട്ട ഒരാളാണ്, അതുകൊണ്ട് മാത്രം. അത് കഴിഞ്ഞ് മസ്താനി എവിക്റ്റായി വന്നു, ഓക്കെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് മസ്താനിനെ നേരിട്ട് കാണാനായിട്ട് ഒരു അവസരം കിട്ടുന്നത് BBയിൽ നമ്മുടെ ഹൗസിൽ കയറിയപ്പോഴാണ്. ആ സമയത്തും മസ്താനി വന്നപ്പോൾ തന്നെ എല്ലാവരുടെ അടുത്തും കരഞ്ഞുകൊണ്ടാണ് ആള് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. എല്ലാവരുടെ അടുത്തും അവൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഓരോ കോർണറിലും നമ്മൾ നോക്കുമ്പോഴും മസ്താനിനെ കരച്ചില്ല, അതിനെ ആശ്വസിപ്പിക്കാൻ ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണും, ഫുൾ ആശ്വസിപ്പിക്കാനായിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ അടുത്ത് ആള് മിണ്ടാൻ വേണ്ടി വന്നില്ല, ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു, ഞാൻ ഓക്കെ പറഞ്ഞ് നേരെ അകത്തേക്ക് കയറുമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനിരുന്ന എൻ്റെ അടുത്താണ് മസ്താനി വന്നിട്ട് ചോദിക്കുന്നത്, ബിൻസി എന്താണ് പ്രശ്നം, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ച് ആളങ്ങ് തുടങ്ങുകയാണ്. അതായത് നിങ്ങൾ ഒരു വലിയൊരു കോണ്ടാക്ട് ഇല്ലാത്ത എന്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ, എന്താണ് ബിൻസി പ്രശ്നം, എന്താണ് എൻ്റെ അടുത്ത് മിണ്ടാത്തത്, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മസ്താനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ ഒഴിഞ്ഞു മാറുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും മസ്താനി 1-2 പറഞ്ഞു. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, മറ്റുള്ളവരോട് മറ്റുള്ള ആൾക്കാരോട് കരഞ്ഞ് സംസാരിച്ചൊരു മസ്താനി ആയിരുന്നില്ല അപ്പൊ എൻ്റെ അടുത്ത് സംസാരിച്ചത്. ആള് സ്വിച്ച് ഇട്ട പോലെ ക്യാരക്ടർ അങ്ങ് മാറി എന്നെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ കുറെ സംസാരിച്ചു. അപ്പോഴാണ് എനിക്ക് പൊട്ടിത്തെറിയാണ്. ഞാൻ പറഞ്ഞു, മസ്താനി ഞാൻ ഇവിടെ അന്തസ്സായിട്ട് ഇറങ്ങി പോയത്, ഞാൻ എന്തായാലും നീ പോയതുപോലെ അല്ല പോയത്, അതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് മസ്താനി പറഞ്ഞൊരു ഡയലോഗ്, അത് എന്തൊക്കെ വന്നാലും ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയത്, ഒരു ആക്ഷനോടുകൂടിയാണ് മസ്താനി പറയുന്നത്. അവിടെ ഞാൻ 1 മിനിറ്റ് സ്റ്റക്കായി. അപ്പോഴും ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, എന്തെങ്കിലും ആവട്ടെ. ഞാൻ നിങ്ങൾക്ക് ആ ലൈവ് എപ്പിസോഡിലും ഉണ്ട്, ഞാൻ 1 മിനിറ്റ് ഒന്ന് പോസ്റ്റായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ, മസ്താനി എന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പിന്നെ ആ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ടേബിളിൽ എണീറ്റ് ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, പ്യുവറായിട്ടും അപ്പനെ പറഞ്ഞ ഏത് മക്കൾക്കും പൊള്ളും. ഞാൻ എൻ്റെ ചാച്ചനായിട്ട് അത്ര കമ്പനിയാണ്. ആ മനുഷ്യൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് 29 വർഷമായി. ആ 29 വർഷം ഓട്ടോ ഓടിച്ചാണ് എന്നെ ഈ ഡിഗ്രിയും PGയും ഒക്കെ പൈസ കൊടുത്താണ് എന്നെ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് വീഡിയോ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കോഴ്സ് പഠിപ്പിച്ച് ഈ ഒരു നിലയിലെങ്കിലും എന്നെ എത്തിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നത്. എനിക്ക് താഴെ ഒരു അനിയത്തിയാണ്, ആൾക്കും ഇഷ്ടപ്പെട്ട കോഴ്സാണ് ആളെ ഇപ്പൊ ചാച്ചൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ ചെയ്ത് ഇത്രയും നല്ല രീതിയിൽ ഞങ്ങളെ നോക്കി വളർത്തിയ ഒരു അപ്പനെ പറഞ്ഞ എനിക്ക് പൊള്ളില്ലേ? പിന്നെ ഞാനത് ചോദിച്ചു. മസ്താനി എന്റെ ചാച്ചനെ പറഞ്ഞത് ഒരു പ്രാവശ്യം അല്ല, ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ട്രിഗറായി. എന്റെ ദാരിദ്ര്യം വിറ്റ് എന്റെ ഓട്ടോ കഥകൾ. ഞാനിപ്പോ ആലോചിക്കുന്ന, ഈ ഓട്ടോ അത്ര കുറച്ചിലാണോ, അത് ഇത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? ഈ ബിബിന്ന് ഇറങ്ങിയ സമയത്ത് എന്നെ എവിക്റ്റ് ആക്കി വിട്ടത് ഓട്ടോയിലല്ലേ, അപ്പൊ ബിൻസിക്ക് എന്താ ഫീൽ ചെയ്തത്, അച്ഛന്റെ തൊഴിലിനെ അഭിമാനിക്കുമല്ലേ എന്ന് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. അവരോടൊക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ തോന്നില്ല. കാരണം എനിക്ക് ബിഗ് ബോസ് അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ കാണിക്കാൻ തോന്നില്ല. സത്യം പറഞ്ഞാൽ എവിക്റ്റായി വന്ന സമയത്ത് ഓട്ടോയിൽ കയറുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന പോലെ ഇല്ല. കാരണം ഞാൻ എവിക്റ്റായെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, ഞാൻ കിളി പോയി നിൽക്കുകയാണല്ലോ. അപ്പം അതിനുശേഷം പിന്നെ മസ്താനി ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. പിന്നെ മസ്താനിക്ക് ഫാമിലിനെ പറച്ചില്ല അത് ഉള്ളതാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വന്ന് കയറിയപ്പോൾ തന്നെ രേണു സുധിയുടെ ഫാമിലിനെ മസ്താനി തൊട്ട് കളിച്ചു. അതുപോലെ റെന, ആലിപ്,
എന്തൊക്കെയാണ് പറഞ്ഞത്. റെന അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പാനി രേഷ്മ വൈഫ് പ്രഗ്നന്റ് അല്ലേ, എന്നിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ കാണിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വീട്ടുകാരെ പറഞ്ഞാൽ കേട്ടിരിക്കാൻ അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല. ആ സമയത്ത് ഇപ്പൊ കുറേ പേര് പറയുന്നുണ്ട് ബിൻസി ഇങ്ങനത്തെ ഒരാളായിരുന്നോ എന്ന്. അങ്ങനെ കമന്റ് ഇടുന്ന സമയത്ത് അല്ലെ ചോദിക്കുന്ന സമയത്ത് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സ്വന്തം ഫാദറിനെ പറയുകയാണെങ്കിൽ അല്ലെ, അതെ, ഞാൻ ഒരു കാര്യം ഇല്ലാണ്ട് ഫാദറിനെയും തൊഴിലിനെയും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ചുമ്മാ എന്നെ അച്ഛനെ പറഞ്ഞ നല്ല അടി കിട്ടും. ഞാൻ അത്രയും ചെയ്തോളൂ. ആ സമയത്തെ നമുക്ക് വേറൊന്നും തോന്നത്തില്ല, ക്യാമറ ഉണ്ട് അല്ലെങ്കിൽ ആൾക്കാരോടൊന്നും തോന്നത്തില്ല. സഡൻ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോകും. അതാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതെ, പക്ഷെ ആ സമയത്ത് മസ്താനി അവിടെ സൈലന്റ് ആയിട്ടിരുന്നു. ഞാൻ മസ്താനി അടുത്ത് എന്താ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ, മറുപടി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പോലും മസ്താനി അവിടെ സൈലന്റ് ആയിരുന്നു. പക്ഷെ കളി മാറിയത് ഈ സൈലന്റ് ആയിട്ടുള്ള മസ്താനി ഉത്തരം മുട്ടിയിരിക്കുകയായിരുന്നു അവിടെ, അങ്ങനെ വേണം പറയാൻ. അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് പുറത്ത് നല്ല റീലൊക്കെ ചെയ്ത് സ്ലോ മോഷൻ ഒരു സാധനമൊക്കെ പിടിച്ച് സാഡ് BGM ഒക്കെ ഇട്ട് റീൽ എഡിറ്റ് ചെയ്യാൻ മസ്താനിക്ക് അവിടെ ഒരു നല്ലൊരു PR ടീം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. PR ടീം ഉണ്ടായിരുന്നോ? യെസ്, പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഓൺലൈൻ മീഡിയാസിലെ ചേട്ടന്മാർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞു, ബിൻസി മസ്താനിക്ക് നല്ല PR ഉണ്ടായിരുന്നു, എന്തെങ്കിലും കൊടുത്തിട്ട് പോകായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചല്ലോ അകത്തേക്ക് ചെന്നത്. അത് കാരണം എനിക്ക് അങ്ങനത്തെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്റെ പേജ് ഹാൻഡിൽ ചെയ്തത് എന്റെ അനിയത്തിയാണ്, ആളാണ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം അതുകൂടെ കേട്ടപ്പോ പൂർണ്ണമായി. എന്നിട്ട് എനിക്കറിയാം അനുവിന്റെ അടുത്തൊരു അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വിനു ഇളകും, വിനുവിന് കഷ്ടപ്പാടായിരിക്കും, PR നല്ലപോലെ ശക്തമായിട്ട് പ്രവർത്തിക്കും എന്ന് എനിക്കറിയായിരുന്നു. ആ സമയത്താണ് പിറ്റേ ദിവസം മസ്താനി ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത്. അത് വീണ്ടും ആ പ്രശ്നം മുറുകിയ സമയത്തും അനുവിന്റെ PR-ഉം മസ്താനിയുടെ PR-ഉം എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഒരു വഴിക്കാക്കി വെച്ചിരിക്കുക. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നോ? മേ ബി അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഞങ്ങൾ റീ എൻട്രിക്ക് പോയിട്ടുള്ള ആരും PR ഒന്നും കൊടുത്തിട്ടല്ല അകത്ത് കയറിയിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഹായ് ബൈ പറഞ്ഞിറങ്ങാനും ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാനും അത്രേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ PR കൊടുത്തിട്ട് ഒരാളകത്ത് കയറിയെങ്കിൽ അത് റീ എൻട്രിയുടെ 4 ദിവസത്തേക്ക് മേ ബി എന്തെങ്കിലും പ്ലാൻസ് ഉള്ളിൽ കാണും, അറിയില്ല നമുക്ക്. അതുകൊണ്ടായിരിക്കണമല്ലോ വന്നപ്പോൾ തന്നെ എല്ലായിടത്തും സംസാരിച്ച്. പിന്നെ എനിക്ക് അറിയായിരുന്നുടാ, വരുമ്പോ തന്നെ കണ്ണു നിറഞ്ഞുകൊണ്ട് വരുന്നു, മലയാളീസ് ആണ്, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസ് ആണ്. അപ്പൊ അവർക്ക് ചിലപ്പോൾ സങ്കടം വരും. ഇത്രയും ആഴത്തിലിറങ്ങി ചിന്തിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പാതിയെ കാണത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാരും പെട്ടെന്ന് മനസ്സലിഞ്ഞു പോകും കണ്ണീര് കാണുമ്പോൾ. സോ അങ്ങനെ കുറെ പേരെ സ്നേഹം മസ്താനിക്ക് കിട്ടി. ഇപ്പൊ മസ്താനി വെളുത്തിരിക്കാണ്, ബിൻസി എയറിലാന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഞാനത് കെയർ ചെയ്യുന്നില്ല. അതെ, മസ്താനി താഴോട്ട് വന്നു, ബിൻസി എയറിലോട്ട് പോയി എന്നാണ്. പക്ഷെ അപ്പാനി ചേട്ടനാണെങ്കിൽ പക്ഷെ ക്ഷമ കൊടുത്തു. ഇഷ്ടപ്പെട്ടോ? അത് അപ്പാനിയുടെ ഇഷ്ടമല്ലേ. അപ്പാനി വന്ന് നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്ന്, എൻ്റെ അടുത്തും അക്ബറിക്കാടുത്തും സരിക ചേച്ചിയുടെ അടുത്തൊക്കെ. ഞാൻ പറഞ്ഞു വേണ്ട അപ്പാനി, ആലോചിച്ചിട്ട് ചെയ്താൽ. കാരണം അപ്പാനി ആ സമയത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടും വിഷമം എന്താന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പൊ അത് കാരണം ആലോചിച്ചിട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പാനി പെട്ടെന്ന് മനസ്സലിയുന്ന ആളാണ്. ഇപ്പൊ ഞാൻ ലാലേട്ടൻ്റെ അടുത്തും നമ്മൾ ഹൗസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പാനി ഒരാളുടെ അടുത്ത് സംസാരിച്ച് ഒരു വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവൻ തന്നെ ചെല്ലും മിണ്ടാനായിട്ട്, സോറി പറയാനായിട്ട്. അങ്ങനെ പാവം മനസ്സലിഞ്ഞ് പോയതാണ്. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പൊ എന്തൊക്കെയോ സംസാരങ്ങൾ നടക്കുന്നുണ്ട്, കൊടുക്കണായിരുന്നോ വേണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ്. മൊത്തത്തിലൊരു ട്വിസ്റ്റ് ആണ് മൊത്തവും. എവിടെ നോക്കിയാലും ട്വിസ്റ്റ്. സത്യം. ബിൻസി എന്നിട്ടേ ആ ബീൻ ബാഗിൽ പോയിട്ട് ഒരു ഇരുത്തുണ്ടായിരുന്നല്ലോ. അതെ, അത് വെച്ചിട്ട് ഇവര് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സീരിയലിന്റെ. എന്റെ അടുത്ത് അമ്മ പറഞ്ഞു എന്തിരിപ്പാ മോളെ അവിടെ ഇരുന്നേ. ഞാൻ പറഞ്ഞു അറിയില്ല അമ്മ, ആ സമയത്ത് എന്താ ചെയ്തെന്ന് എനിക്ക് ഒട്ടും ഓർമ്മ. മനസ്സിൽ എന്തായിരുന്നു അപ്പൊ BGM? മനസ്സിൽ എനിക്കറിയില്ല. ആ സമയത്ത് ചാച്ചന്റെ മുഖമായിരുന്നു കേട്ടോ മനസ്സില്. ശരിക്കും ഞാനിങ്ങനെ തമാശക്കാണെങ്കിലും എപ്പോഴും എല്ലാരും പറയാറുണ്ട്, ചാച്ചനെ പറഞ്ഞാ ബിൻസി സീനാക്കും. നമുക്ക് അത്ര ഇഷ്ടമാണ്. ഒരു കുഞ്ഞു പോലും അവിടെ മിണ്ടിയില്ലെന്നുള്ളതാ. എല്ലാരും സൈലൻസ്, പിൻ ഡ്രോപ്പ് സൈലൻസ്. കുറെ കൈയടിയൊക്കെ കിട്ടിയായിരുന്നു. കുറെ പേര് കൈയടിച്ചു. അക്ബർ, ഇവൻ, അപ്പാനി, സരിക ചേച്ചി, മുൻഷി ചേട്ടൻ, അവരൊക്കെ ഇരുന്ന് കൈയടിച്ചായിരുന്നു. അതിലങ്ങനെ ജിഷൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ബിൻസി നീ തനി കോട്ടയം അച്ചായത്തെ ആയിട്ടാ സംസാരിച്ചത്, പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു. മോളേന്നൊരു വിളിയും എവിടുന്ന് വന്നു. ശരിക്കുള്ള ബിൻസി അങ്ങനല്ല കേട്ടോ, അറിയാണ്ട് ഉള്ളിന്ന് വന്നു പോയതാ. എന്റെ അമ്മയൊക്കെ ചോദിച്ചു എന്താ മോളെ നീ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അറിയില്ല അമ്മ, അറിയില്ല. നമുക്ക് വീട്ടുകാരെ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളല്ലാണ്ടായി മാറി പോകുമല്ലോ. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ സംഭവിച്ചത്. അനുമോളോടും പറഞ്ഞായിരുന്നല്ലോ കൈയും കാലും തല്ലി പിടിക്കുന്നത്. അങ്ങനെയല്ലോ പറഞ്ഞേ.
അങ്ങനെയാന്ന് തോന്നുന്നു. എന്താ തല്ലി പിടിക്കുന്ന പറഞ്ഞത്? കാല് തല്ലി പിടിക്കുന്നോ കൈ തല്ലി പിടിക്കുന്നോ എന്തോ പറഞ്ഞു. അനുമോളുണ്ടല്ലോ, ഞാൻ ആലോചിക്കായിരുന്നു അനുമോളിലെ പല കാര്യങ്ങള്. അതായത് ആളോട് ഞാൻ സംസാരിച്ചപ്പോ അനുമോൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടായിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു രസം ഉണ്ടായിരുന്നേ. ഞാൻ അനുമോളെ അപ്പൊ അനുമോള് പറഞ്ഞു ശൈത്യ ഇവരൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല അനു, ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ശൈത്യ, എനിക്ക് കുറെ വീഡിയോസ് ഷെയർ ചെയ്ത് തന്നു, ശൈത്യയാണ് ബിൻസി ആദ്യം ബിൻസിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ എനിക്കറിയാം ഈ ലൈവ് കണ്ടിട്ടുള്ളവരൊന്നും ആലോചിച്ച് നോക്കിയാൽ മതി, ഏറ്റവും ആദ്യം വന്ന് പറയുന്ന ആൾ അനുവാണ്. അനുവാണ് ഏറ്റവും ആദ്യം വന്ന് പറയുന്നത് ബിൻസി അധികം കൂട്ടൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നുണ്ട് അതിന് അപ്പാനിക്ക് കല്യാണം കഴിച്ച് പിള്ളേരുമില്ലേ, എനിക്കെന്തിനാണ് അപ്പാനിനെ, ഞാൻ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. എനിക്കെന്താ ആൺപിള്ളേരെ കിട്ടത്തില്ലേ പ്രേമിക്കാനാണെങ്കിൽ, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാ അത്ര ഉള്ളൂ എന്ന്, ഭയങ്കര നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ ആ ടോക്കിൽ തന്നെ അങ്ങ് പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഈ നമ്മൾ ഒരാളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഭാഗത്ത് എത്രത്തോളം ശരിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇവര് പറയാൻ പോകരുത്. അപ്പൊ അനു ഏറ്റവും ഫസ്റ്റ് ആര്യനോട് അനുവിന് ക്രഷ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഓൾറെഡി നമ്മൾ തമാശക്ക് ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം പുറത്തിറങ്ങിയപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ നോക്കിയത് അനുവിന്റെ കാര്യം അങ്ങനെ പുറത്ത് വന്നില്ലേ, എന്തുകൊണ്ട് വന്നില്ല എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം അനു ആര്യനും തമ്മിൽ ഇഷ്ടമാണ് എടി, അവൻ എന്നെ നോക്കുന്നടി. മുമ്പ് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ഞാനാണ്, എനിക്കെപ്പോഴും സെന്ററിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അത് എല്ലായിടത്തും അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ നടുക്കിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് അനു വന്നിരുന്നു. ഓക്കെ, അനു ഒരു ബ്ലൂ കളറിലെ ഡ്രസ്സാണെന്ന് ഇട്ടത്. ആര്യൻ ആ ബ്ലൂ ഇട്ട് തന്നെ എന്റെ അടുത്ത് വന്നിരിക്കാൻ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ രണ്ടുപേരും അടുത്താണ് ഇരിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മൾ കളിയാക്കുന്നുണ്ട്, അതൊന്നും പുറത്തു വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പ്രവീൺ വന്നപ്പോൾ ലവ് ട്രാക്ക് പിടിക്കാൻ അനു പ്രവീണിന്റെ അടുത്ത് വാഷ്റൂം ഏരിയയുടെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ റീ എൻട്രിക്ക് വന്നപ്പോഴും നമ്മുടെ മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് എടാ നമ്മൾ ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയതല്ലേടാ പക്ഷെ നടന്നില്ലല്ലോടാ, ആ ഒരു സാധനം അനു പറയുന്നുണ്ട്. ആ പ്രവീണോടും അനുവിന് ഇത് തന്നെ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അനീഷേട്ടനോട് അനു എന്തൊക്കെയാ കാണിച്ചത്, അതൊക്കെയാണ് ഞാൻ വഴക്കിൽ ചോദിച്ചത്. ഈ വഴക്കുണ്ടാക്കിയ സമയത്തൊക്കെ എനിക്ക് പറയാൻ കൃത്യമായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതായത് അനീഷിനെ ഓരോന്ന് പറഞ്ഞ് അനീഷേട്ടന്റെ മനസ്സ് അങ്ങനൊന്നും ആടുന്ന മനസ്സല്ലായിരുന്നു, ഞങ്ങളുടെ അനീഷേട്ടൻ അങ്ങനെ അല്ലായിരുന്നു. എന്നിട്ട് ആ മനുഷ്യനെ ലവ് യു എന്ന് പറഞ്ഞ് ഇച്ചായാന്ന് വിളിച്ച് എന്തൊക്കെയാണ് അനു അവിടെ കാണിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് അധികാരം ഇരിക്കുന്നു മറ്റുള്ള ഒരാളെ കുറ്റം പറയാനായിട്ട്. ഞാൻ അനുവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അനു സൈലന്റ് ആയിപ്പോയി. അവിടെ അനു മിണ്ടിയില്ല. ആ സമയത്താണ് നമുക്ക് പൊളിയുന്നത്. അനു എന്തെങ്കിലും പറയുന്നതോടൊപ്പം അനു പറഞ്ഞു ഇല്ല എനിക്ക് പറയാനൊന്നുമില്ല, ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം, പിന്നെ പറയാം എന്നൊക്കെയാണ് അനു പറയുന്നത്. മനസ്സിലായി. ബിൻസി RJ ബിൻസിയും ശൈത്യയും കൂടി റീ എൻട്രിക്ക് കയറിയത് കൊണ്ട് മാത്രമാണ് അനു ജയിച്ചതെന്നും കമന്റ്സ് വരുന്നുണ്ട്. അങ്ങനെയുണ്ട്, അത് കണ്ടിട്ടില്ലേ? കണ്ടായിരുന്നു? ഇല്ലായിരുന്നു? ഇല്ല, ഞാൻ കണ്ടില്ല. അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ റീ എൻട്രിയിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആണ് പറയുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമിലി ഓഡിയൻസ് ഇത് കാണുമ്പോഴത്തേക്ക് ഒരാളെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഒരാളെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അവർ പക്ഷെ ആ ഒരു വിക്ടിം ആകുന്ന ആളെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫിനാലയിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വോട്ട് കയറിയത്. റീ എൻട്രീസ് വന്നതുകൊണ്ടാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റ്സ് ആയിരുന്നു അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോ തന്നെ ഈ വിനു എന്ന് പറയുന്ന PR ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കുന്നത്. ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, വിനു ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം നമ്മുടെ ശൈത്യയുടെ അടുത്തുണ്ട്. ശൈത്യ വരുമ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പം അങ്ങനെ വിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമുക്ക് ഗെയിമിന്റെ ആ ഒരു ട്രാക്ക് പോകുന്ന കാണുമ്പോഴേ അറിയാം ഇത് അനുവിനുള്ളതാണെന്നുള്ളത്. ഇതിനെങ്ങനെ ഇത്ര കോൺഫിഡൻസോടെ ആദ്യം തന്നെ പറയുന്ന കപ്പ് തൂക്കും എന്നുള്ള കാര്യം? അത് പൈസയുടെ പവർ എന്ന് വേണേ നമുക്ക് പറയാം. മനസ്സിലായി. അപ്പം ഇപ്പൊ അനു തന്നെ എന്റെ അടുത്തൊക്കെ അനു, ഞാൻ ആ വഴക്കിന്റെ ഇടയ്ക്കും പറയുന്നുണ്ട്, അല്ലാണ്ടും പറയുന്നുണ്ട്, അനു പറഞ്ഞതാണ് നമ്മുടെ അടുത്ത് 16 ലക്ഷം കൊടുത്തു എന്നുള്ള കാര്യം. പിന്നെ അത് കൃത്യമായിട്ട് പറയുന്നു, ശൈത്യ പറയുന്നു, ഇപ്പോഴും ഒരു വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്തും പറഞ്ഞതാണ് ഞാൻ ഉള്ള സമയത്ത്. പക്ഷെ അനുവിനത് ഓർമ്മയില്ല. അതിനുശേഷം ലാലേട്ടൻ വന്ന എപ്പിസോഡ് ചോദിക്കുമ്പോൾ അനു പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ല ലാലേട്ടാന്ന്. അത് കഴിഞ്ഞ് അഞ്ജന നമ്പ്യാർ ഇന്റർവ്യൂല് പറയുന്നത് 1 ലക്ഷം കൊടുത്തു. അപ്പം ഇതിനകത്ത് ഏതാണ് സത്യം എന്ന് അനുവിന് പോലും പറയാതിരിക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞത്. അപ്പം PR അത്ര പവർഫുൾ ആയിട്ട് നിൽക്കുന്ന കാരണം അനുവിനറിയാം എവിടെ എന്ത് ചെയ്യണം, എവിടെ ഏത്. ഇപ്പൊ ഞാൻ സെക്കൻഡ് വീക്ക് വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊക്കെ അനുമോള് ഒരു കരച്ചിൽ സ്ഥാനം മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അനുമോള്, ഞാനൊക്കെ എവിക്റ്റ് ആയി കഴിഞ്ഞിട്ട് അനുമോള് ട്രാക്ക് മാറ്റി കളിക്കുന്നത്. അനുവാണ് ശരിക്കും ഗെയിം പഠിച്ചിട്ട് വന്ന ആള്. നമ്മൾ പറയാം അനീഷ് ചേട്ടനാ പഠിച്ചിട്ട് വന്നത്. അനുവിനറിയാം എവിടെ എന്തൊക്കെ ചെയ്യണം, ഏത് രീതി നിൽക്കണം, എങ്ങനെ വോട്ട് കിട്ടും, എങ്ങനെ സെന്റിമെന്റ്സ് കിട്ടും, ആ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അതെ, അത് വെച്ച് അനു അങ്ങ് റീച്ചായി. എന്തായാലും കപ്പ് അനുവിന് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇപ്പൊ ഞങ്ങൾ റീ എൻട്രിക്ക് കയറി സൈലന്റ് ആയിട്ടിരുന്നാലും
അനു അവിടെ ഒറ്റപ്പെടൽ കാണിക്കും. ഇപ്പൊ അനുവിനെ എത്ര പ്രാവശ്യം ഞാനൊക്കെ വീട്ടിലോട്ട് ഇപ്പൊ ചെന്ന് കയറിയ സമയത്ത് അനുവിന്റെ അടുത്ത് മനസ്സില്ല, ഞാൻ അനുമോളെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് കുറച്ച് കാര്യം ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ വഴക്കുണ്ടാക്കണം പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പോയ ആളാണെങ്കിൽ ഞാൻ ചെന്ന് കേറുമ്പോ തന്നെ ഫൈറ്റ് ഉണ്ടാക്കിയാണ്. അനുവിന്റെ അടുത്ത് പുറത്തിറങ്ങുമ്പോ പറയാം, പിന്നെ പറയാം, എനിക്ക് സംസാരിക്കാനുണ്ട്, എടാ നീ ഓക്കെ ആണോ നീ ഇങ്ങ് വന്നേ, ഞാൻ പറഞ്ഞു പിന്നെ പറയാം, പുറത്തിറങ്ങുമ്പോ പറയാന്ന് ലാസ്റ്റ് കയ്യിൽ നിന്ന് പോയി. അപ്പൊ ആ സമയത്ത് പോലും നമ്മള് അനുവിന്റെ അടുത്ത് മിണ്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ അനു അവിടെ ഒറ്റപ്പെട്ടിരിക്കും, ആൾക്കാർക്ക് ഒരു സിമ്പതി തോന്നും. അത് കാരണം ഞങ്ങൾ കയറിയത് കൊണ്ട് മാത്രമല്ല അനു ജയിച്ചത്, ഞങ്ങൾ കയറിയതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടായി പല കാര്യങ്ങൾക്കും. അതിലെന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതെ, ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഈ ഒരു നമ്മൾ പറഞ്ഞല്ലോ പൈസ ഇപ്പൊ തന്നെ കുറെ പേര് ഇങ്ങനെ ട്രോളായിട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു, നെക്സ്റ്റ് ബുക്കിംഗ് സ്റ്റാർട്ടഡ് PR-ന്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെ, പൈസ ഉള്ളവർക്ക് അപ്പം ജയിക്കാം ആ ഒരു രീതിയിൽ ആയി മാറി പോലെ തോന്നുന്നു ഹൗസ്. തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ അടുത്ത് ഇനി ആര് ബിഗ് ബോസിൽ പോകണമെന്ന് ചോദിച്ചാലും ഞാൻ പറയും പൈസ ഉണ്ടോ, PR കൊടുക്കാൻ പറ്റുമോ എങ്കിലും മാത്രം പോയാൽ മതിയെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്നെ പോലത്തെ ഒരാൾക്ക് ഞാൻ അത്ര മറ്റുള്ളവരെല്ലാം ആർട്ടിസ്റ്റ് ആണ്, ഞാൻ അത്ര ഫെയിമിൽ നിൽക്കുന്ന ആളല്ല. സോ എന്നെ അറിയണമെങ്കിൽ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്, ഞാനൊരു PR കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എനിക്കൊരു റീച്ച് ഉണ്ടായിരുന്നു. അതൊരു PR-ന്റെ പോസിറ്റീവ് സൈഡാണ്. പക്ഷേ ഇപ്പം അനുമോൾ എന്ത് കാണിച്ചാലും അല്ലെങ്കിൽ ഷാനവാസ് എന്ത് കാണിച്ചാലും ആരെന്ത് കാണിച്ചാലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഇവരെ ഉയർത്തിക്കൊണ്ട് വരുന്ന PR അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ പോയിട്ട് വന്നവരൊക്കെ ഒരേ സ്വരത്തിൽ അനീഷേട്ടന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് പേരൊഴിച്ച് ബാക്കി എല്ലാവരും അനീഷേട്ടന് സെക്കൻഡ് കിട്ടിയപ്പോഴും ഭയങ്കരമായിട്ട് കൈയടിക്കുന്നതും ഒക്കെ. എന്താ മനുഷ്യനെ അത്രയും വ്യത്യസ്തമായിട്ട് ആക്കി നിർത്തുന്നത് മറ്റ് കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ? അനീഷേട്ടൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിത്വം ഉള്ള ഒരു വ്യക്തിയാന്ന് പറയാം. കാരണം അനീഷേട്ടൻ നമ്മൾ ആദ്യം ചെല്ലുന്ന സമയം തൊട്ട് ഇന്ന് വരെ ഒരാളെ മോശം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ആരോടും അങ്ങനെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പം അയാള് ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു, പുള്ളിയുടെ ഈ ഒരു സുപ്രഭാതം ബിഗ് ബോസ് അതും ആ നടക്കലും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രെൻഡായി. യെസ്, പിന്നെ അത് ട്രെൻഡായി. ആളുടെ ഗെയിമാണെന്ന് ഞാൻ പറയത്തുള്ളത്. അന്നും ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാറിലിരുന്നപ്പോ കണ്ടതാണ്, ഞാൻ ഏതോ ഒരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂല് ഞാൻ പറയുന്നുണ്ട് അനീഷേട്ടൻ അയാൾ നല്ലൊരു ഗെയിമർ ആണെന്ന്. ശരിക്കും പറഞ്ഞാൽ അയാൾ നല്ലൊരു ഗെയിമർ ആയിരുന്നു, അയാൾ ഗെയിം മാറ്റി, അയാൾ നല്ലൊരു മനുഷ്യനായി, എല്ലാവർക്കും അയാൾ ഇഷ്ടമാണ്. സോ എന്റെ മനസ്സിൽ സത്യം പറഞ്ഞ അനീഷേട്ടൻ ജയിക്കണമെന്നായിരുന്നു ആഗ്രഹം, ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ പറയാതിരിക്കാൻ പറ്റാത്ത ഒരാളാണ് നെവിൻ. നെവിൻ ഇല്ലാത്തൊരു ബിഗ് ബോസിനെ കുറിച്ച് ഈ തവണത്തെ ബിഗ് ബോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ മരുഭൂമിയിലെ മഴ പോലെയായിരുന്നു നെവിൻ. അതെ അതെ അതെ, നെവിൻ ഭയങ്കര. നെവിൻ ആദ്യം ഫേക്ക് ആണോന്ന് ഞാനിപ്പം കേറിയപ്പോ അവനോട് പറഞ്ഞടാ നീ ഫേക്ക് ആണോന്ന് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, ഞങ്ങള് ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കിയതാ. പക്ഷെ നെവിൻ അങ്ങനെ ആണ് ശരിക്കും. അത് ഭയങ്കര ഒരു മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പിന്നെ ബ്ലെസ്സിങ് ആണ്. കോമഡി കാണിക്കുന്നുണ്ടെങ്കിലും റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്നു. അതെ സത്യം, എനിക്ക് നെവിനെ ഭയങ്കര ഇഷ്ടമാണ്. നെവിൻ എടുത്ത് പറയാറുണ്ട് ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോ നിനക്ക് യെസ് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞു അന്ന് അത്രയും ചിന്തിച്ചില്ല, അന്ന് ഇവൻ അനുമോളെ വിട്ടിട്ടാണ് എന്റെ അടുത്ത് പറയുന്നത് ബിൻസിനെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ എങ്ങനെ യെസ് പറയാനാ? പക്ഷെ നമ്മൾ അകത്ത് കയറിയ സമയത്ത് ഒരു ചാട്ടം ഉണ്ടായിരുന്നല്ലോ. അതെ, എനിക്ക് ഭയങ്കര സന്തോഷമായി പോനു. ആദ്യം ചെന്ന് നെവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയാ കൊടുക്കുന്നത്. അതെ, ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇവനെ കണ്ടപ്പം. ഇവൻ ഇല്ലാത്തൊരു ബിഗ് ബോസ് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരുപാട് ആൾക്കാർ അത് പറയുന്നുണ്ട് പുറത്ത്. കാരണം നെവിൻ എന്റർടൈൻമെന്റ് ആണെങ്കിൽ എന്റർടൈൻമെന്റ്, വഴക്കിനാണെങ്കിൽ കാര്യം പറയാനായിട്ട് തന്നെ നെവിൻ സ്വിച്ച് ഇട്ട പോലെ ആയിരിക്കും. അവൻ ഭയങ്കര ചിരിച്ചോണ്ട് നിൽക്കായിരിക്കും, പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് നമുക്ക് കാര്യം പറയും, ബാക്ക് ടു അവന്റെ ആ ഒരു ചിരിയിലേക്ക് വരും. നല്ലൊരു ക്വാളിറ്റിയാണ്. ഈ റീ എൻട്രിക്ക് പോകുന്ന സമയത്ത് എന്താ നേരത്തെ വാങ്ങി വെച്ച ഔട്ട്ഫിറ്റ്സ് എത്ര എണ്ണം കൊണ്ടുപോയി? ഞാൻ ശാരിക ചേച്ചിനെ പോലെ എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടമാനം ഉടുപ്പ് മാറാൻ. എത്ര ഉടുപ്പ് മാറിയത് എനിക്കറിയത്തില്ല, 10-25 ഉടുപ്പെന്തോ മാറിയെന്ന് തോന്നുന്നു. ഒരു ദിവസം എന്തായാലും ഒരു 4 എണ്ണം വെച്ച് ആള് മാറിയിട്ടുണ്ട്. അയ്യോ എനിക്ക് അത്രയും പറ്റില്ലായിരുന്നു, അതാണ് ഞാൻ ഒരു ദിവസം 2 ഉടുപ്പ് വെച്ച് മാറി. ഭയങ്കര സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും നിങ്ങക്ക് ഭയങ്കര വിഷമമായി കാണും അല്ലെ, അത്രയും ദിവസത്തെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓർമ്മിപ്പിക്കല്ലേ? ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. നമ്മള് ഓൾറെഡി നമ്മളത് എല്ലാം ഷോപ്പ് ചെയ്ത് സെറ്റ് ആയിട്ടിരുന്നോളാൻ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും മേടിച്ച് സെറ്റ് ആക്കിയിരിക്കുക. അതിനകത്ത് കുറച്ച് റിജക്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയാമായിരുന്നു. കളറിന്റെ സീനൊക്കെ വരുമ്പോൾ കളർ സീൻ ഉണ്ടോ? അതെ, കളർ ബ്ലീച്ച് ആവുന്ന കളേഴ്സ് ഒന്നും തേടി ഡബിൾ ഷെയ്ഡിന്റെ സാധനങ്ങളൊന്നും എന്റെ എല്ലാം റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര നൈസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം റിജക്ട് ചെയ്തിട്ട്, നൈസ് മീൻസ് കട്ടി കുറഞ്ഞിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇല്ലേ, അതെല്ലാം റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാരിയൊക്കെ റിജക്ട് ചെയ്തു.
അപ്പൊ അങ്ങനത്തെ പിന്നെ റൈറ്റിംഗ്സ് ഉള്ളതൊന്നും പാടില്ലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്കതൊക്കെ അറിയാമെങ്കിലും നമ്മളതൊക്കെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവരൊരു കുറച്ച് ദിവസം മുമ്പ്, ഒരു 3-4 ദിവസം മുമ്പ് വിളിച്ചിട്ടാ പറയുന്നത്, 4 ദിവസം മുമ്പ് എന്താ വിളിച്ചിട്ട് പറയുന്നത്, നമുക്ക് 100 ഡേയ്സിനുള്ള ഡ്രസ്സ് വേണമെന്ന്. ഞാൻ എല്ലാ സീസണിലും പക്ഷെ അങ്ങനെ അല്ലല്ലോ. അങ്ങനല്ല നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ കോസ്റ്റ്യൂംസ് അയച്ചു കൊടുക്കാം. അതെ 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 അതെ. അതിന്റെ ആശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ഇത്രയും ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത്. അന്ന് നമുക്ക് ഓഫറോ അല്ലെങ്കിൽ വിലക്കുറവോ ഒന്നും നോക്കി നമുക്കൊന്നും മേടിക്കാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ സെറ്റ് ആക്കാം. അതെ, കൊളാബ് പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ കയ്യിൽ നിന്ന് അത്രയും പൈസ ഇറക്കി, എന്റെ സേവിങ്സിനകത്ത് നിന്നാണ് ഞാൻ ഇതെല്ലാം. രൂപയുടെ ഡ്രസ്സ് വാങ്ങി 1 ലക്ഷമാണ് ഞങ്ങളുടെ നിലവിലെ കണക്ക്. ഡ്രസ്സും ഓർണമെന്റ്സും മാത്രം. പക്ഷെ അതിന് മേളില് നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പെട്രോള്, പിന്നെ അത് നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ്, അതിന്റെ പൈസ അവർ തിരിച്ചു തരും എന്നാ പറഞ്ഞത്. അത് തന്നെ ഒരു 6000 സംതിങ് രൂപയായി. അങ്ങനെ കുറേ സാധനങ്ങൾ അല്ലാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായിട്ടുണ്ട്. അപ്പം അത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചു പോകുമ്പോൾ ഒന്നുപോലും ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. റീ എൻട്രി വന്ന് തിരിച്ചു പോയപ്പോഴത്തേക്ക് എന്താ ഫുൾ 100% സാറ്റിസ്ഫൈഡ് ആയോ? മനസ്സമാധാനം ഉണ്ടായിരുന്നു എനിക്ക്. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എയർപോർട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരുത്തി, പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് വീട്ടുകാരൊക്കെ പറഞ്ഞു, മോളെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ചാച്ചനൊക്കെ ഭയങ്കര ഫണ്ണായിട്ട് അതൊക്കെ എടുത്തിരിക്കുന്നത്. ഭയങ്കര ഞങ്ങൾ എയറിലാണ്, അതിനിപ്പോ എന്താ ഒരു വൈബാണ് കേട്ടോ. ചാച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എയർലാണ്. എന്റെ അനിയത്തി ഒരു വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് പൈലറ്റ് ആണ് RJ ബിൻസി എന്ന് പറഞ്ഞിട്ട്. കാരണം എയറിലാണല്ലോ, ഓട്ടോ ഒക്കെ എയറിൽ ഓടിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഫണ്ണായിട്ട് എടുക്കുന്നുള്ളൂ. പിന്നെ എന്ത് കാര്യം ചെയ്താലും അതിന് കാര്യം പോലും അറിയാണ്ട് നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ആൾക്കാർ കാണും. അങ്ങനെ ഒരു കാര്യം അറിയാണ്ട് കമന്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ചോദിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ ആരാണെങ്കിലും പ്രതികരിച്ചു പോകും. നിങ്ങളുടെ അപ്പനെ പറഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കത്തില്ലേ? അത്രയും ഞാൻ അവിടെ ചെയ്തുള്ളൂ. പിന്നെ അനുവിന്റെ കാര്യവും ഷാനവാസിന്റെ കാര്യവും രണ്ടും അവരുടെ സൈലൻസ് ആണ് പ്രേക്ഷകർക്കുള്ള ഉത്തരം. അതെ, ഈ നമ്മളിപ്പോൾ നിങ്ങൾ റീ എൻട്രി കയറി ഇറങ്ങി അത്രേ കണ്ടിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് മസ്താനിയോടൊക്കെ സംസാരിച്ചത് സോൾവ് ചെയ്തിരുന്നു? മസ്താനിയുടെ പിന്നെ നമ്മൾ സംസാരിക്കാൻ നിന്നില്ല. ഓക്കെ, ഒന്നും ഹായ് ബൈ ഒന്നിനും നമ്മൾ നിന്നില്ല. ഇണക്കത്തിന് നിന്നില്ല, പിണക്കത്തിന് നിന്നില്ല. അനുവിന്റെ അടുത്ത് പക്ഷെ നമ്മൾ കുറെ നേരം സംസാരിച്ചു. ഷാനവാസിന്റെ അടുത്ത് സംസാരിച്ചു. ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. മസ്താനിയുടെ അന്വേഷണം കണ്ടില്ല. എയർപോർട്ടിലാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പൊ എല്ലാവരും പല വഴിക്ക് അങ്ങ് പോകുമായിരുന്നു. സോ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഒരുമിച്ചുള്ള റീൽസ് ഞാൻ കുറെ കണ്ടത്, ഷോർട്സ് കുറെ കണ്ടത് രേണു ചേച്ചിയായിട്ടാണ്. രേണു ചേച്ചിയായിട്ട്. രേണു സുധി ശരിക്കും ഒരു പാവമാണ് കേട്ടോ. ഞാൻ ബിഗ് ബോസിലേക്ക് ചെല്ലുമ്പോ രേണു സുധിനെ ശരിയാക്കണം, ഷാരികനെ ശരിയാക്കണം, അവർക്ക് കുറച്ച് ഹോട്ട് സീറ്റ് കളി കൂടുതലാണ്, ഇങ്ങനെ വിചാരിച്ചാണ് ഞാൻ പോയത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഡിഷൻ ലിസ്റ്റിൽ വന്ന രേണു സുധിയുടെ ഒക്കെ പേരാ. ബാക്കി ആരാന്ന് എനിക്ക് അറിയത്ത് പോലും ഇല്ല, ആരൊക്കെ വരും ഒന്നും അറിയത്തില്ല. അപ്പൊ ഇവര് രണ്ടും. അപ്പൊ എന്റെ അടുത്ത് അമ്മ പറഞ്ഞു, രേണു സുധിനൊന്നും ഒന്നും പറയല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം എന്നെക്കാട്ടി മുമ്പേ വീട്ടുകാരാണ് പോയി രേണു സുധിനെ കെട്ടിപ്പിടിച്ച് എയർപോർട്ടിൽ വെച്ച്. അപ്പം രേണു സുധി ശരിക്കും പാവമാണ്. നമ്മള് എന്താ പറയാ, ഭയങ്കര നല്ലൊരു സ്ത്രീയാണ്. അവര് ഇടയ്ക്ക് ഇങ്ങനെ ഒരു കിളി പോയതുപോലെ പാവം നടക്കുന്നുണ്ടെങ്കിലും ആള് ഭയങ്കര പാവമാണ്. അതെ, പുള്ളിക്കാരത്തി എനിക്കൊന്ന് ഹൗസിനകത്തായാലും പുറത്തിറങ്ങിയിട്ടായാലും ആരോടും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത, ഒരു നെഗറ്റീവ് പറയാം, ഒന്നിനും പോയില്ല പുള്ളിക്കാരി. ഇണക്കത്തിനും പണക്കത്തിനും ഒന്നും പോവാണ്ട് ഹാപ്പി ആയിട്ട് തിരിച്ചങ്ങ് പോരുമായിരുന്നു. അതാണ് ഞങ്ങൾ ഒരുമിച്ച് അടുത്തടുത്ത റൂമിലായിരുന്നു, ഒരുമിച്ചുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. ഫ്ലൈറ്റിലൊക്കെ ഭയങ്കര ചില്ലായിരുന്നു പുള്ളിക്കാരി. ഞങ്ങൾ മറ്റേ പാർക്കിൽ പോയൊരു ഫീൽ ആയിരുന്നു ഫ്ലൈറ്റിനകത്ത്. അപ്പൊ എന്തായാലും അങ്ങനെ അടിച്ചു പൊളിച്ച് വന്ന കാരണമാണ് പുള്ളിക്കാരുടെ കൂടെ കൂടുതൽ റീൽസ് എടുക്കാൻ. ആരോ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇത്രയും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേഡിയാണ് രേണുസുധി എന്നൊക്കെ പറഞ്ഞു. രേണുസുധി ഫയറാണെന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഈ ബിഗ് ബോസ് ഹൗസ് നിന്ന് കിട്ടിയ ഏറ്റവും നല്ല കുറച്ച് സൗഹൃദങ്ങള് പെട്ടെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും? എനിക്ക് ബിന്നീനെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ പേര് മാറി എല്ലാരും ബിന്നി. ബിഗ് ബോസ് വരെ എന്നെ കയറി ബിന്നി, മൈക്ക് ശരിയായിട്ട് ധരിക്കുക. അപ്പൊ എല്ലാരും പറഞ്ഞു ബിഗ് ബോസ് ബിൻസിയാണ്. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അങ്ങനെ പറയും. എനിക്ക് ബിന്നീനെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അപ്പാനി, അക്ബർ, ഇവരൊക്കെ ആയിട്ടുള്ള കൂട്ട് ഇതിപ്പോഴും നല്ല പോലെ തന്നെ പോകുന്നുണ്ട്. പിന്നെ ശൈത്യ, അതുപോലെ രേണു ചേച്ചി, ഷാരിക, മുൻഷി ചേട്ടൻ, ഇവരോടൊക്കെ എന്തോ ഒരു പ്രത്യേക, സരിക ചേച്ചി ഭയങ്കര സ്നേഹമാണ്. ഇന്നലെ കൂടെ എല്ലാരെയും വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മള് ഈ ഇടയ്ക്ക് വന്ന വൈൽഡ് കാർഡ്സിനോട് നമുക്ക് അത്ര ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ജിഷിൻ ചേട്ടൻ ഈ ഒരു പോക്കിന് ആളായിട്ട് ഭയങ്കര കമ്പനിയായി. നമ്മുടെ സാബുമാനായിട്ട് അതെ ഭയങ്കര കമ്പനിയായിരുന്നു. ഈ വൈൽഡ് കാർഡ്സ് ആയിട്ട് ബിൻസിക്ക് ഇന്ററാക്ട്
ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായത്. അതെ, അതെന്തായാലും അടിപൊളിയായിരുന്നു. അതെ. എന്തായാലും ഒരു മറക്കാൻ പറ്റാത്തൊരു ചാപ്റ്റർ അല്ലേ ലൈഫില്? അയ്യോ ശരിക്കും ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞൊരു മാജിക് ആണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും അവിടെ പോയി നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അത് ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. കാരണം നമുക്ക് ഒരു 5 മിനിറ്റ് ഫോണില്ലാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഇപ്പം ഇത്രയും ദിവസം ഫോണില്ല, വേറൊരു കാര്യങ്ങളില്ല, പുറം ലോകമായിട്ടൊരു ബന്ധമില്ല, സമയം അറിയത്തില്ല, ഫുഡില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ചുറ്റും ഇല്ല. ഉള്ളവരെല്ലാവരും ഒറ്റ ഒരു കപ്പിന് വേണ്ടി കിടന്ന് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. മൈൻഡ് ഫുൾ എക്സോസ്റ്റ് ആവും. അയ്യോ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്, പക്ഷെ അത് അനുഭവിക്കണം. ആൻഡ് അറ്റ് ലാസ്റ്റ് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മൈൻഡിൽ നമ്മളൊരു 100 ദിവസം ജീവിച്ച സംഭവങ്ങൾ ഇങ്ങനെ വീഡിയോസ് ആയിട്ട് പല പല ഇമോഷൻസ് വരുന്നു. എല്ലാവരും കരയുന്നതാ കണ്ടത്. അയ്യോ ഞാൻ പോലും കരഞ്ഞുപോയി അനീഷ് ചേട്ടന്റെ ഷാനവാസിന്റെ ഒക്കെ വീഡിയോ കണ്ടപ്പം. ശരിക്കും ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു അത് കാണുമ്പോൾ. എത്ര വഴക്കാണ്, എത്ര പ്രശ്നങ്ങളാന്ന് പറഞ്ഞാലും ഉള്ളിൽ എല്ലാവർക്കും ഒരു സ്നേഹമുണ്ട്. അതെ, ലാസ്റ്റ് പിന്നെ പട്ടാ ഗേൾസ് എല്ലാവരും കൂടെ വന്ന് ഹഗ് ചെയ്ത്. എനിക്ക് പക്ഷെ വീണ്ടും വീണ്ടും കൺഫ്യൂഷൻ ആയിട്ട് തോന്നിയത് ശൈത്യ എന്തുകൊണ്ടാണ് ആദ്യം അവരെ ഹഗ് ചെയ്തു, പിന്നെ അനുവിനോട് ഞാൻ മിണ്ടില്ല എന്ന് പറയുന്നു, പിന്നെയും അനു ബാ ബാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അത് എനിക്കൊരു കൺഫ്യൂഷൻ ആയിട്ട് ഫീൽ ചെയ്തത്. ശൈത്യക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയാം. ശൈത്യക്ക് ഉണ്ടായ ഒരു പേര്, ആ പേരിന്റെ പുറത്ത് ആള് ഭയങ്കരമായിട്ടും സ്ട്രഗിൾ ചെയ്യുന്നു. ഫാമിലിനെ പറഞ്ഞത്. അതെ അതെ അതെ. അതും പിന്നെ ശൈത്യനെ അങ്ങനെ കട്ടപ്പാന്നൊക്കെ വിളിക്കുന്നതിൽ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ശൈത്യ അനു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എവിക്റ്റ് ആയി വന്ന സമയത്തും ശൈത്യ അനുവിനെ കുറിച്ച് അങ്ങനെ മോശം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവർ നല്ല കൂട്ടായിരുന്നു, ഇവർ ഒരുമിച്ചായിരുന്നു. ആ ഒരു സ്നേഹം ശൈത്യക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അനുവിന്റെ അടുത്ത് അത് തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പൊ അനുവിന്റെ അടുത്ത് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ശൈത്യ ചെന്നപ്പോ പോലും അനു പുറത്തിറങ്ങിയിട്ട് പറയാം, പിന്നെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് വീണ്ടും മനസ്സിലായോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനുവിനറിയാം ആ വീട്ടിലെ 72 ക്യാമറകൾ എവിടെയൊക്കെയാണ്, ഏത് സമയത്ത് ഫോക്കസ് ചെയ്യും, എവിടെയൊക്കെ ഏത് ആംഗിൾ ഇരുന്നാൽ കൃത്യമായിട്ട് കിട്ടുന്നൊക്കെ അനുവിന് നല്ലപോലെ അറിയാം. അത്രയും ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആള്, അല്ലെങ്കിൽ പുറത്ത് എന്തൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യുമെന്ന് പോലും അനു ചിന്തിച്ചെടുക്കുന്ന ആളാണ്. ആ അനു ഇതിനൊരു ക്ലാരിറ്റി അവിടെ കൊടുത്തിരുന്നെങ്കിൽ അതവിടെ തീർന്നാനേ. പക്ഷെ അനു അതിനെ കുറിച്ച് സംസാരിച്ചില്ല. മനസ്സിലായി. അതാണ് ശൈത്യക്ക് അത്രയും അതാണ് ആ വാഷ്റൂമിന്റെ അവിടെ ഇരുന്ന് അത്രയും അങ്ങ് ഇമോഷണലി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിത്തെറിച്ചു പോയി. ശൈത്യക്ക് സത്യം പറഞ്ഞാൽ കൂടണമെന്ന് ആഗ്രഹമുണ്ട്. ശൈത്യ പോയി കെട്ടിപ്പിടിച്ച് അത് എനിക്ക് മനസ്സിലായത്. ഇത് ഹഗ് ചെയ്യുന്നുണ്ട്, പിന്നെയും വിഷമങ്ങൾ വരുന്നു, അങ്ങ് ഒന്നിക്കാൻ പറ്റുന്നില്ല. അത് പറഞ്ഞവിടെ തീർത്തിരുന്നെങ്കിൽ അതവിടെ തീർന്നാനേ. പക്ഷെ അതിനുള്ളൊരു ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ. അതെ, അതൊക്കെ ബിൻസി എല്ലാം പറഞ്ഞു. അതെ തീർത്തു. എനിക്ക് മതിയായി. എനിക്ക് ഓടി എല്ലാരും ഇറങ്ങി. അതല്ല കോമഡി, അതല്ല അത്രയും പ്രശ്നം നടക്കുമ്പോഴേ ബിഗ് ബോസ് പോലും ഒന്നും മിണ്ടുന്നില്ല. ബിഗ് ബോസ് ഒക്കെ ഞെട്ടിയിരിക്കുവായിരുന്നു തോന്നുന്നു. ബിൻസി എന്താ ഞങ്ങളുടെ ബിൻസി ഇങ്ങനെ അല്ലല്ലോ എന്ന്. ബിഗ് ബോസ് ഇറങ്ങി ഓടിക്കാണും. അയ്യോ ഭയങ്കര കോമഡി ആയിരുന്നു അത്. ഞാൻ ഇപ്പൊ അത് ആലോചിക്കുമ്പം ഞാൻ ഈ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാനത് അത്രയും അതവിടെ തീരുന്നു. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ കാര്യങ്ങൾ അവിടെ നിർത്തി എല്ലാം അവസാനിപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതെ, ആ ഗെയിം അവിടെ കഴിഞ്ഞു. അതെ അതെ. ഇനി എന്താണ് ബിഗ് ബോസ് ഒക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ നെക്സ്റ്റ് പ്ലാൻസ് റേഡിയോ ഉണ്ട്, എന്തൊക്കെയാണ് പുതിയത്? സിനിമ, ആക്ടിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും പ്ലാൻസ് ഉണ്ട്. അതിനെ കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ അഭിനയിക്കാൻ നല്ലപോലെ അറിയാവുന്ന ആളൊന്നുമല്ല. ഞാൻ ആഡ്സ് ഒക്കെ ചെയ്യുമായിരുന്നു, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എന്റെ മെയിൻ ഫോക്കസ് എന്റെ ആങ്കറിങ് തന്നെയാണ്. അപ്പം റേഡിയോയിലെ ജോലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചാനലിൽ എനിക്കിപ്പോൾ എഗ്രിമെന്റ് ഉണ്ട് ഏഷ്യാനെറ്റിൽ നിന്ന്. സോ അത് കഴിയുമ്പോൾ ചാനലിൽ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് സി കേരളത്തിൽ നിന്നൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ചാനലിൽ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ മുൻപിൽ ഇങ്ങനെ നിന്ന് മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കുന്ന ഒരു ആങ്കർ ആകണം എന്നാണ് ആഗ്രഹം. അതെ. സോ എന്തായാലും RJ ബിൻസി ഇങ്ങനെ തന്നെ കാണും. ഞാൻ എന്റെ റേഡിയോയിലെ പരിപാടി വിടത്തില്ല. അങ്ങനെ അതും റേഡിയോ ആണല്ലേ ഒരു ഹാപ്പിനെസ്. സത്യം എന്റെ ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഞങ്ങളുടെ ഓണയർ ആണ്. ശരിക്കും ഒറ്റയ്ക്കിരുന്ന് മിണ്ടാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ആൾക്കാരുടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. എത്ര മണിക്കൂർ വേണേലും സംസാരിക്കും. നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള കഴിവുകളില്ല. ഇതാണ് അതെ നമ്മുടെയൊക്കെ നാക്കാണ്. അത് വേറെ പ്രത്യേകിച്ച് ടാലന്റ് വേണ്ടല്ലോ ശരിക്കും സംസാരിക്കാനുള്ള ഒരു കഴിവ്. അതെ. അപ്പം ഇങ്ങനെ ഓണയർ ആണ് എന്റെ ലൈഫ്. സോ റേഡിയോയും ചാനലും എന്റെ ആങ്കറിങ്ങും പിന്നെ ഇപ്പൊ യൂട്യൂബ് എല്ലാം ബിഗ് ബോസ് എന്നെ ഒരു ബ്ലോഗറാക്കി മാറ്റി. പക്ഷെ രസമാണ് ബിൻസി. പിന്നെ വീഡിയോ കാണുന്നതിനേക്കാളും രസം എന്തെങ്കിലും നെഗറ്റീവ് അടിക്കുന്നവന്മാർക്ക് നല്ല റിപ്ലൈ കൊടുക്കുന്നുണ്ട്. സ്പോട്ടിൽ ഒന്നുപോലും വിടാതെ നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, നമ്മൾ ചില കാര്യങ്ങൾ പ്രതികരിച്ച് പോകും. പിന്നെ അതെ 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 അതാണ് ഈ നെഗറ്റീവ് ഇടുന്ന ഒരാള് പോലും സ്വന്തം അക്കൗണ്ടിൽ നിന്നല്ല വരുന്നത്, ഫേക്ക് അക്കൗണ്ട് ആണ്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ പ്രതികരിച്ചു പോകുന്നതാണ്. ആദ്യം പറഞ്ഞായിരുന്നല്ലോ ബിൻസി ഞാൻ ഇച്ചിരി ഒന്ന് ഒതുങ്ങിയൊക്കെ സംസാരിക്കും. പക്ഷെ
അതല്ല, ഇതാണ് രസം. അത് ബിൻസി അല്ല. അതെന്തറിയാവോ, ഞാൻ ഭയങ്കര സ്പീഡിൽ സംസാരിക്കും, പെട്ടെന്ന് വാക്കുകൾ പറയും. അപ്പൊ അത് കേൾക്കുമ്പോ ആൾക്കാർക്ക് പൊതുവെ ഒരു വിചാരമുണ്ട് ഞാനൊരു അഹങ്കാരിയാണെന്ന്. ശരിക്കും അങ്ങനല്ല guys. അതെ, ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ അങ്ങ് സംസാരിച്ചു പോകുന്നതാ. അപ്പൊ എന്റെ അടുത്ത ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, ബിൻസി കുറച്ച് സ്ലോയില് സംസാരിക്കണം. എനിക്ക് ഇത്രയും സ്ലോയില് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറെ ആരോ ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. അത് കാരണം ഞാൻ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ സംസാരിച്ചു. റിയൽ ആയിട്ട് അങ്ങ് നിക്കറോ ആയിട്ട്. അതെ, സത്യം. ഹൗസിൽ ചെന്നപ്പോ എല്ലാരും പറയും ബിൻസിയുടെ 2 മുഖം കാണാൻ പറ്റി, ഏതാണ് റിയൽ ബിൻസി? ഞാൻ പറഞ്ഞു റിയൽ ബിൻസി ആദ്യം കണ്ടത് തന്നെയാണ്, പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ആൾക്കാർ ചിലപ്പോ മാറിപ്പോകും. അതെ അതെ, എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തായാലും ഇനിയുള്ള ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.